Hello everyone, welcome to the second part of strategy class on verbal ability. ഇന്ന് നമ്മൾ verbal abilityയുടെ strategy classന്റെ second part ആണ് ഡീൽ ചെയ്യുന്നത്. ആദ്യത്തെ പാർട്ടിൽ നമ്മൾ ലാംഗ്വേജ് ലേണിംഗ് സ്കിൽസും verbal aptitude എന്താണെന്നും ആ സെക്ഷൻ്റെ ഇമ്പോർട്ടൻസ് എന്താണെന്നും ഡിസ്കസ് ചെയ്തു. അതോടൊപ്പം തന്നെ അതിനകത്ത് വരുന്ന ഒരു ഫസ്റ്റ് സെറ്റ് ഓഫ് കാറ്റഗറി അല്ലെങ്കിൽ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇന്നത്തെ ഈ സെഷനിലൂടെ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് നോക്കിയാലോ? റൈറ്റ്, നമ്മൾ ആദ്യത്തെ ഒരു 7 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇംഗ്ലീഷ് യൂസേജ്, സിനോണിംസ്, ആൻറ്റണിംസ്, ഹോമോണിംസ്, സ്പോട്ട് ദി എറേഴ്സ്, ഇഡിയംസ്, ഫ്രേസസ്, അങ്ങനെ 7 ടോപ്പിക്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി 8ാമത്തെ ടോപ്പിക്കാണ് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് എന്ന് പറയുന്നത്. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് വളരെ കോമൺ ആണല്ലോ, റൈറ്റ്? സോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസിലൂടെ അവരെന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. Fill in the blanks questions are designed to measure your ability to understand the intended meaning of a sentence. ഒരു സെൻറ്റൻസിന് ഒരു ഇൻറ്റൻറ്റഡ് മീനിങ് ഉണ്ടാവും. സോ ആ ഇൻറ്റൻറ്റഡ് മീനിങ് അറിയാമെങ്കിൽ മാത്രമേ അവിടെ ഒരു ഗ്യാപ്പ് വന്നാൽ നിങ്ങൾക്കതിൽ ഫില്ല് ചെയ്യാൻ സാധിക്കുകയുള്ളൂ, അല്ലേ? സോ അതാണ് നമ്മളിവിടെ പരിശോധിക്കുന്നത്. അങ്ങനെ ഒരു എബിലിറ്റി നിങ്ങൾക്കുണ്ടോ എന്നുള്ളത്. ഈച്ച് ക്വസ്റ്റ്യൻ റിക്വയർസ് യു ടു അനലൈസ് ദ കോണ്ടെക്സ്റ്റ് ഓഫ് എ സെൻറ്റൻസ് ആൻഡ് ഡിറ്റർമൈൻ വിച്ച് വേർഡ് ഓർ വേർഡ്സ് ബെസ്റ്റ് കംപ്ലീറ്റ് ദാറ്റ് സെൻറ്റൻസ്. അപ്പോൾ ഓരോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യനും ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്? നമ്മൾ ആ സെൻറ്റൻസിൻ്റെ കോണ്ടെക്സ്റ്റ് വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും അതിനകത്ത് ഏത് വേർഡ് അല്ലെങ്കിൽ വേർഡ്സ് ആപ്റ്റായിട്ട് ഫിറ്റ് ഇൻ ചെയ്യും എന്നുള്ള കാര്യങ്ങളും മനസ്സിലാക്കേണ്ടത് ഈ ഒരു ക്വസ്റ്റ്യന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഘടകമാണ്. ഇനി ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് 2 തരത്തിലുണ്ട് കേട്ടോ. ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഒന്നിൽ ഗ്രാമാറ്റിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഫില്ലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോണ്ടെക്സ്റ്റ് ബേസ്ഡ് വൊക്കാബുലറി ക്വസ്റ്റ്യൻസ് ഉണ്ടാകും. അതായത് വേർഡ്സ് കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്ത് നമ്മൾ വേർഡ്സ് ഫിൽ ഇൻ ചെയ്യണം. സോ അങ്ങനെ 2 രീതിയിലും ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ക്വസ്റ്റ്യൻസ് ഉണ്ടാവാറുണ്ട്. കോണ്ടെക്സ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിൽ കൂടുതലും നമ്മുടെ ഈ ഇൻറ്റൻറ്റഡ് മീനിങ് ഓഫ് ദ സെൻറ്റൻസ് മനസ്സിലാക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ടോ എന്നായിരിക്കും ടെസ്റ്റ് ചെയ്യുന്നത്. ഗ്രാമാറ്റിക്കൽ ക്വസ്റ്റ്യൻസിൽ അല്ലെങ്കിൽ ഗ്രാമർ റിലേറ്റഡ് ക്വസ്റ്റ്യൻസിലാണെങ്കിൽ നമ്മുടെ ഗ്രാമർ എബിലിറ്റി, ഇംഗ്ലീഷ് യൂസേജ് എബിലിറ്റി ആയിരിക്കും ടെസ്റ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, റൈറ്റ്. ഇനി അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് ഇൻ വെർബൽ എബിലിറ്റി എന്ന് പറയുന്നത് അനാലജിയാണ്. അനാലജി എന്താണ്? In analogy questions, you are presented with a pair of words followed by 4 or 5 options. നിങ്ങൾക്ക് അനാലജി ക്വസ്റ്റ്യൻസിൽ ഒരു പെയർ ഓഫ് വേർഡ്സ് തരും, 1, 2, ഒരു പെയർ ഓഫ് വേർഡ്സ്, ആൻഡ് അതിൻ്റെ ഒപ്പം ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും. സോ നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യപ്പെടുന്നത്? യു വിൽ ബി എക്സ്പെക്റ്റഡ് ടു ഫൈൻഡ് ദ ബെസ്റ്റ് മാച്ച് ഫ്രം ദി ഓപ്ഷൻസ് ആസ് ഗീവൺ ഇൻ ദ ഫസ്റ്റ് പെയർ. അപ്പോൾ തന്നിരിക്കുന്ന ആദ്യത്തെ പെയർ ഓഫ് വേർഡ്സ് കണക്ട് ചെയ്യുന്ന എന്തെങ്കിലും ഒരു റിലേഷൻ ഉണ്ടാകും. സോ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ആദ്യത്തെ പെയർ ഓഫ് വേർഡ്സിൻ്റെ റിലേഷൻ എന്താണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുക. എന്നിട്ട് ആ റിലേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന അടുത്ത വേർഡ് അല്ലെങ്കിൽ അടുത്ത പെയർ ഓഫ് വേർഡ് ഓപ്ഷനിൽ നിന്ന് ചൂസ് ചെയ്യുക എന്നുള്ളതാണ് വേണ്ടത്. സോ അനാലജി ക്വസ്റ്റ്യൻസിന് അത്യാവശ്യമായിട്ട് വേണ്ടത് റീസണിങ് സ്കില്ലാണ്. വൈ? ബിക്കോസ് നിങ്ങൾ കറക്റ്റായിട്ടുള്ള റിലേഷൻ റീസൺ ഔട്ട് ചെയ്തെടുത്തറിഞ്ഞാൽ മാത്രമേ നിങ്ങൾക്ക് അതിൻ്റെ ആൻസർ കിട്ടുകയുള്ളൂ. ഓക്കെ, ഈ അനാലജി ക്വസ്റ്റ്യൻസ് ചിലപ്പോൾ ഫസ്റ്റ് പെയർ ഓഫ് വേർഡ് വന്നിട്ട് സെക്കൻഡ് പെയറിൻ്റെ ആദ്യത്തെ വേർഡ് തരുന്ന രീതിയിലും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്, 2 രീതിയിലും ചോദിക്കാറുണ്ട്. നമുക്കൊരു എക്സാമ്പിൾ നോക്കിയാലോ. ട്രീ ഈസ് ടു ഫോറസ്റ്റ് ആസ് ടു ഡാഷ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രീ ഈസ് ടു ഫോറസ്റ്റ് എന്നുള്ളതിൻ്റെ റിലേഷനാണ് കണ്ടുപിടിക്കേണ്ടത്. ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ട്രീ ഈസ് ടു ഫോറസ്റ്റിൻ്റെ റിലേഷൻ എന്താണ്? ഫോറസ്റ്റ് ഇസ് മെയ്ഡ് ഓഫ് ട്രീസ് എന്നുള്ളതാണ്. ഓക്കെ, അങ്ങനെ നോക്കുകയാണെങ്കിൽ ഡെയ്സി ഇസ് ടു മെഡോ, ഗ്രാസ് ഇസ് ടു ലോൺ, വീറ്റ് ഇസ് ടു ഫീൽഡ്, ഫ്ലവർ ഇസ് ടു ഗാർഡൻ. ഡെയ്സി ഇസ് ടു മെഡോ എന്ന് പറഞ്ഞാൽ മെഡോയിൽ ഡെയ്സി ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഇല്ല. പക്ഷെ ഫോറസ്റ്റിൽ ട്രീസ് ഉണ്ടാവണം നിർബന്ധമുണ്ട്. സോ ദാറ്റ് ഡസ് നോട്ട് സാറ്റിസ്ഫൈ. ഗ്രാസ് ലോൺ, ലോണിൽ ഗ്രാസ് ഉണ്ടാവണം നിർബന്ധമുണ്ടോ? ഉണ്ട്, അത് നിർബന്ധമുണ്ട്. അത് ട്രീനെ പോലെ, അത് ഫോറസ്റ്റിൽ ട്രീ വേണം എന്നുള്ളതുപോലെ നിർബന്ധമുള്ളൊരു കാര്യമാണ്. ഇനി ഫീൽഡിൽ വീറ്റ് വേണം നിർബന്ധമുണ്ടോ? നിർബന്ധമൊന്നുമില്ല. ഫീൽഡിൽ വീറ്റ് അല്ലാണ്ട് വേറെയും പലതും ആവാം. സോ അതും അല്ല. ദെൻ ഗാർഡനിൽ ഫ്ലവർ വേണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമില്ല. വെജിറ്റബിൾ ഗാർഡൻ ആയാലോ? റൈറ്റ്. സോ നമ്മളിവിടെ ആൻസർ കണ്ടുപിടിച്ചിരിക്കുകയാണ്. ട്രീ ഈസ് ടു ഫോറസ്റ്റ് ആസ് ടു ഗ്രാസ് ഇസ് ടു ലോൺ. മനസ്സിലായോ? അപ്പം നിങ്ങൾ അനാലജി ക്വസ്റ്റ്യൻസിൽ പ്രോപ്പറായിട്ടുള്ള റിലേഷൻ കണ്ടുപിടിക്കുക. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ട് വന്നില്ല. പക്ഷേ ചില സമയങ്ങളിൽ ക്വസ്റ്റ്യൻസിൻ്റെ റിലേഷൻ ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാവും. അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടുള്ള റീസൺ കണ്ടുപിടിച്ചില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ ഓപ്ഷൻസ് റൈറ്റ് ആൻസറായിട്ട് തോന്നും. ആ ഘട്ടങ്ങളിൽ നിങ്ങൾ കുറച്ചുകൂടെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റിലേഷൻ കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. സോ ദാറ്റ് ഈസ് ദ സീക്രട്ട് ബിഹൈൻഡ് വർക്കിംഗ് ഔട്ട് അനാലജി ക്വസ്റ്റ്യൻസ്, റൈറ്റ്?
ഇനി 10ാമത്തെ സെക്ഷൻ എന്ന് പറയുന്നത് മോഡിഫയേഴ്സ് ആണ്. എന്താണ് മോഡിഫയേഴ്സ്? A modifier is a word or a phrase that describes another word or a phrase. Modifier എന്ന് പറയുന്നത് പേര് സജസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഒരു വേർഡ് ഓർ ഫ്രേസ് ആണ് that describes or modifies another word or phrase. അതാണ് മോഡിഫയർ എന്ന് പറയുന്നത്. മോഡിഫയേഴ്സിൻ്റെ ഫെമിലിയർ എക്സാമ്പിൾസ് ആണ് ആഡ്ജക്റ്റീവ്സും ആഡ്വേർബ്സും. ആഡ്ജക്റ്റീവ്സ് എന്താണ് ചെയ്യുന്നത്? നൗൺസിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നു. ആഡ്വേർബ്സ് അഡ്ജക്റ്റീവ്സിനെയോ വേർബ്സിനെയോ ഡിസ്ക്രൈബ് ചെയ്യുന്നു അല്ലേ? റൈറ്റ്. ഇനി എക്സാമ്പിൾ നോക്കാം. ഇതിനകത്ത് കൂടുതലും ഇൻകറക്റ്റ് യൂസേജ്, കറക്റ്റ് യൂസേജ്, സ്പോട്ട് ദി എറർ ക്വസ്റ്റ്യൻസിൻ്റെ കാറ്റഗറിയിലായിരിക്കും ഇതും വരുന്നുണ്ടാവുക. എന്നാലും മോഡിഫയേഴ്സ് എന്നുള്ള സ്പെഷ്യലായിട്ട് നമ്മൾ പഠിക്കണം. കാരണം ടൈപ്സ് ഓഫ് മോഡിഫയേഴ്സ് ഒക്കെ ഉണ്ട് വിച്ച് വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ഡീറ്റെയിൽ ഇൻ ദ കോൺസെപ്റ്റ് ക്ലാസ്. ഓക്കെ, നൗ ഇൻകറക്റ്റ് യൂസേജ്. വാക്കിംഗ് ബാക്ക് ഫ്രം ദ വില്ലേജ് മൈ വാളറ്റ് വാസ് ലോസ്റ്റ്. വാക്കിംഗ് ബാക്ക് ഫ്രം ദ വില്ലേജ് മൈ വാളറ്റ് വാസ് ലോസ്റ്റ്. ഇതിൻ്റെ പ്രശ്നം എന്താണ്? വില്ലേജിൽ നിന്ന് തിരിച്ച് നടന്നു വന്നപ്പോൾ വാളറ്റ് പോയി. അപ്പോൾ വാളറ്റ് തന്നെ പോയി എന്നുള്ള രീതിയിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ കറക്റ്റ് യൂസേജ് എന്ത് വരണം? വൈൽ ഐ വാസ് വാക്കിംഗ് ബാക്ക് ഫ്രം ദ വില്ലേജ് മൈ വാളറ്റ് വാസ് ലോസ്റ്റ് എന്ന് പറയണം. അല്ലെങ്കിൽ വാക്കിംഗ് ബാക്ക് ഫ്രം ദ വില്ലേജ് ഐ ലോസ്റ്റ് മൈ വാളറ്റ് എന്ന് പറയണം. സോ മൈന്യൂട്ടായിട്ടുള്ള എറർ ആയിരിക്കും ആൻഡ് മീനിങ്ങിലെ വ്യത്യാസം നമ്മൾ കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരിക്കും. സോ അത് ഐഡൻറ്റിഫൈ ചെയ്ത് തിരുത്തുക എന്നുള്ളതാണ് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, ഇനി അടുത്തത് എന്ന് പറയുന്നത് പാരാജമ്പിൾ ആണ്. എന്താണ് പാരാജമ്പിൾ? പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം. പാരാജമ്പിൾ എന്ന് പറഞ്ഞാൽ ജമ്പിൾഡ് ആയിട്ട് കൊടുത്തിരിക്കും സെൻറ്റൻസസ്. സോ പാരാജമ്പിൾ ക്വസ്റ്റ്യൻസ് ആർ ഓൾസോ നോൺ ആസ് സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ്. സെൻറ്റൻസ് ജമ്പിൾഡ് അപ്പായിട്ട് കൊടുത്തിരിക്കും, അത് അറേഞ്ച് ചെയ്യേണ്ട ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് പാരാജമ്പിൾ. അതുകൊണ്ട് തന്നെ അതിൻ്റെ വേറൊരു പേര് സെൻറ്റൻസ് അറേഞ്ച്മെൻറ്റ് ക്വസ്റ്റ്യൻസ് എന്നാണ്. In these questions, the given paragraph will not be in the right order. തന്നിരിക്കുന്ന പാരഗ്രാഫ് റൈറ്റ് ഓർഡറിലായിരിക്കണം എന്നില്ല. You will have to rearrange the sentences based on a particular theme and it should turn out to make sense finally. അപ്പോൾ എന്താണ്, നമ്മൾ ഈ സെൻറ്റൻസസ് റീഅറേഞ്ച് ചെയ്യണം ഓൺ ദ ബേസിസ് ഓഫ് എ പർട്ടിക്കുലർ തീം ഓർ ഒരു ലോജിക്കൽ കൊഹിറൻസ് ആൻഡ് അത് ഫൈനലി സെൻസ് ഉണ്ടാക്കണം. സോ ഇതാണ് പാരാജമ്പിൾ ക്വസ്റ്റ്യൻ. ആൻഡ് ഇത് പല ഫോമാറ്റിൽ വരാറുണ്ട്. ചില സമയത്ത് തന്നിരിക്കുന്ന എല്ലാ സെൻറ്റൻസസും ജമ്പിൾഡ് ആയിരിക്കും. ചില സമയത്ത് ഫസ്റ്റ് സെൻറ്റൻസ് നമുക്ക് തന്നിട്ടുണ്ടാകും, ബാക്കി റീഅറേഞ്ച് ചെയ്താൽ മതി. ചില സമയത്ത് ഫസ്റ്റും ലാസ്റ്റും സെൻറ്റൻസ് തന്നിട്ടുണ്ടാകും, ബാക്കി റീഅറേഞ്ച് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കോൺസെപ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അടുത്ത ടോപ്പിക്കാണ് പാരാ കംപ്ലീഷൻ. പാരാ കംപ്ലീഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഷോർട്ട് പാരഗ്രാഫ് ഇസ് ഗിവൺ വിത്ത് എ സെൻറ്റൻസ് ഫ്രം ഇറ്റ് റിമൂവ്. ഒരു ഷോർട്ട് പാരഗ്രാഫ് തന്നിട്ടുണ്ടാകും, അതിനകത്തുനിന്ന് ഒരു സെൻറ്റൻസ് റിമൂവ് ചെയ്തിട്ടുണ്ടാകും, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. സോ ജനറലി ദ ലാസ്റ്റ് സെൻറ്റൻസ് ഓഫ് ദ പാരഗ്രാഫ് ഈസ് ലെഫ്റ്റ് ആസ് എ ബ്ലാങ്ക്, സോ ഇറ്റ് ഈസ് നോട്ട് നെസസറി. മിക്കവാറും ഒക്കെ ലാസ്റ്റ് സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സോ ഓൾമോസ്റ്റ് ഒരു കൺക്ലൂഡിങ് സെൻറ്റൻസ് ആയിരിക്കും നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. പക്ഷേ എപ്പോഴും അങ്ങനെ ആവണം എന്നില്ല, ചിലപ്പോൾ മിഡിൽ സെൻറ്റൻസസും ആവാം കേട്ടോ. There may be some questions in which a statement from middle of the passage is removed. ചില സമയത്ത് പാസേജിൻ്റെ മിഡിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ മിഡിൽ നിന്ന് റിമൂവ് ചെയ്തിരിക്കുന്ന സെൻറ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസും ഉണ്ടാവാറുണ്ട്. It is followed by 4 possible options and you will be required to choose which one can fit into the paragraph the best. അപ്പോൾ നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ടാകും, അതിൽ ഏത് സെൻറ്റൻസ് ആണ് ബെസ്റ്റായിട്ട് ആ പാരഗ്രാഫിൽ ഫിറ്റ് ഇൻ ചെയ്യുന്നതെന്ന് നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. ഇതാണ് പാരഗ്രാഫ് കംപ്ലീഷൻ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ക്രിട്ടിക്കൽ റീസണിങ്. ക്രിട്ടിക്കൽ റീസണിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രിട്ടിക്കൽ റീസണിങ്ങിൽ പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു റീസണിങ് ലെവൽ സംഭവം ഇൻവോൾവ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇതിനകത്ത് In reasoning and argumentation, it is important to be focused on the topic at issue. എന്ത് ടോപ്പിക്കാണോ തന്നിരിക്കുന്നത് ആ ടോപ്പിക്കിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം നമ്മൾ റീസണിങ് ആൻഡ് ആർഗ്യുമെൻറ്റേഷൻ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ അത് ഉദ്ദേശിക്കുന്ന എന്താണ്? വാട്ട് ഇറ്റ് മീൻസ് ഫോർ എ സ്റ്റുഡൻറ്റ് ഇസ് ഗീവ് റീസൺസ് ഓർ എവിഡൻസ് ദാറ്റ് ബെയർസ് ഓൺ ദ ടോപ്പിക് ദാറ്റ് ഇസ് റെലവൻറ്റ് ടു ഇറ്റ്. അപ്പം നമ്മൾ ടോപ്പിക്കിന് റെലവൻറ്റ് ആയിട്ടുള്ള എവിഡൻസും റീസൺസും ആണ് നൽകേണ്ടത്. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യനിൽ. ക്രിട്ടിക്കൽ റീസണിങ് ക്വസ്റ്റ്യൻ യൂഷ്വലി ഒരു പാരഗ്രാഫ് ആയിരിക്കും. അതിൻ്റെ പിന്നെ ഓരോ സംഭവങ്ങൾ റീസണിങ്ങിലൂടെ നമ്മൾ കണ്ടുപിടിക്കേണ്ടി വരും. എന്താണ് കൃത്യമായിട്ട് അവിടെ ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കോൺസെപ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. സോ വിത്ത് ദിസ് ക്രിട്ടിക്കൽ റീസണിങ്ങോടുകൂടി നമ്മുടെ വെർബൽ എബിലിറ്റിയുടെ ടോപ്പിക്സ് തീർന്നിരിക്കുകയാണ്. ഇത്രയും ടോപ്പിക്സ് ആണ്, ഒരു 13 ടോപ്പിക്സ് ആണ് നമുക്ക് വെർബൽ എബിലിറ്റി എന്ന് പറയുന്ന സെക്ഷനിൽ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്.
സോ ഇനി നമ്മുടെ അപ്രോച്ച് എന്ന് പറയുന്നത് ഇത് ടോട്ടലി നമ്മൾ എങ്ങനെയാണ് വെർബൽ എബിലിറ്റി സെക്ഷൻ ഡീൽ ചെയ്യുന്നത് എന്നുള്ളതാണ്. നേരത്തെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു കോൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടാവും. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ ഓരോ സെക്ഷൻസും ഓരോ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ, അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ട് കവർ ചെയ്യുന്ന കോൺസെപ്റ്റ് ക്ലാസ്സസ് ഉണ്ടാവും. അതുപോലെ തന്നെ അതിൻ്റെ പ്രോബ്ലംസ് ഡിസ്കസ് ചെയ്യുന്ന പ്രോബ്ലം സോൾവിങ് ക്ലാസ്സസ് ഉണ്ടാവും. കോൺസെപ്റ്റ് ക്ലാസ്സസിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് റെഫറൻസിന് വേണ്ടിയിട്ടുള്ള വാല്യൂ ആഡഡ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ആൻഡ് പ്രാക്ടീസിനും ഇവാലുവേഷനും വേണ്ടിയിട്ട് ടോപ്പിക് ടെസ്റ്റും കണ്ടക്ട് ചെയ്യുന്നുണ്ടാവും. വെർബൽ എബിലിറ്റി സെക്ഷൻ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാനും എഫക്റ്റീവായിട്ട് ടാക്കിൾ ചെയ്യാനും വേണ്ടിയിട്ട് നമ്മുടെ അപ്രോച്ച് ഫോളോ ചെയ്യുക ആൻഡ് ക്ലാസ്സസ് അറ്റൻഡ് ചെയ്യുക. I'll meet you in another video. Till then, it's bye from me. Thank you.